സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തിരുവനന്തപുരത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ച് മുൻകൈ നേടിയ കോൺഗ്രസിന്റെ ലക്ഷ്യം തിരുവനന്തപുരത്തും കോർപ്പറേഷൻ പിടിക്കുക എന്നത് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്ത് ആണ് ഏറ്റവും പുതിയ നീക്കം. സംസ്ഥാനത്തെ നഗരസഭാ ഭരണം എന്നും ബാലികേറാമലയായ UDFന് സംസ്ഥാന ഭരണം പിടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത് പിടിച്ചെടുത്തേ മതിയാകൂ എന്ന സ്ഥിതിയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് KS ശബരിനാഥിനെ തന്നെ മുൻനിർത്തി പോരാട്ടത്തിന് ഒരുങ്ങുന്നതും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്കാലവും നിലനിന്നു പോരുന്ന ഒരു വിശ്വാസമാണ് തലസ്ഥാന ജില്ലയിലെ മേൽക്കോയ്മ. തിരുവനന്തപുരം ജില്ലയിൽ ആര് മേൽക്കൈ നേടുന്നുവോ അവർ ഭരണത്തിലെത്തുമെന്നാണ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലെ പൊതുവിശ്വാസം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തലസ്ഥാന ജില്ലയിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് UDF കച്ചയൊരുക്കുന്നതും. മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ വിശ്വാസം സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണ ഇക്കാര്യം കൃത്യമായി വ്യക്തമായതാണ്. 2016-ലും 2021-ലും നിയമസഭയിൽ തിരുവനന്തപുരം ജില്ലയിൽ UDFന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. 2016-ൽ 2 സീറ്റ് ഉണ്ടായിരുന്നത് 2021 ആയപ്പോഴേക്കും 1 കുറയുകയും ചെയ്തു. മാത്രമല്ല, നഗരസഭയുടെ തലസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന് മേൽക്കൈ ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ മറികടക്കാനാണ് യുവനിരയെ രംഗത്തിറക്കി ഒരു പുത്തൻ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നതും. എന്നാൽ അത് UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമാകുമെന്ന് പറയാൻ കഴിയില്ല. നഗരസഭയിൽ 10 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അവരെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിന്റെ ചുമതല വഹിക്കുന്നത് തന്നെ BJPയുമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് കണ്ടതും. 2015-ൽ ഇടതുമുന്നണിയുടെ നിലയും അത്ര മെച്ചമായിരുന്നില്ലെങ്കിലും 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് മാറ്റിമറിക്കാനായിട്ടുണ്ട്. എന്നാൽ ഇക്കുറി പതിവിന് വിപരീതമായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്നതിനാണ് കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടിയതും. ശബരിനാഥിനെ പോലെ തലസ്ഥാന ജില്ലയിൽ സുപരിചിതനായ ഒരു യുവനേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നതിലൂടെ അത് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഇതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നെന്ന സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. സാധാരണ നഗരസഭയിൽ മത്സരിച്ച് ജയിക്കുന്നവർ പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ചരിത്രമാണ് പൊതുവിൽ നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ നിയമസഭാംഗമായിരുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ അടുത്ത തവണ അധികാരം ലഭിച്ചാൽ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു യുവാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ നഗരസഭയുടെ മുഖച്ഛായ മാറ്റുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഏതെങ്കിലും നേതാക്കൾ കൂടുതൽ സജീവമായതുകൊണ്ട് മാത്രം ഒന്നും നടക്കുന്ന നഗരസഭയല്ല തിരുവനന്തപുരം. സംഘടനാപരമായി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ കോൺഗ്രസ് ഏറെ പിന്നിലാണ്. ഒരു കാലത്ത് നഗരസഭയിൽ ഏറെ സജീവമായിരുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അവർക്ക് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥിതി കോൺഗ്രസിനുള്ളിൽ സംജാതമായിട്ടുണ്ട്. 3ാം ഭരണം എന്ന ലക്ഷ്യവുമായി രംഗത്തിറങ്ങുന്ന ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം എന്നത് വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ ഈ തന്ത്രങ്ങളെ വളരെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. BJPയും വലിയ ജാഗ്രത നിലവിലത്തെ സാഹചര്യത്തിൽ പുലർത്തുന്നുണ്ട്.